ഈ പീരിയോഡിക് കോൾ ഓപ്ഷൻ ബൈ നോട്ട് അലൗഡ് എന്നൊക്കെ പറഞ്ഞ് എഴുതി കാണിക്കുന്ന സാധനം എന്താണെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതെങ്ങനെയാണ് പർച്ചേസ് ചെയ്യേണ്ടതെന്ന് ഞാനിപ്പോൾ കാണുകയാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അത് എന്ന് പറഞ്ഞാൽ ഇതൊരു അതായത് 10,000 ഒക്കെ വോളിയുള്ള സ്റ്റോക്കുകൾ ഇല്ല, ഒരു 50 ട്രേഡൊക്കെ നടക്കത്തുള്ളൂ, അത്രയൊക്കെ ഉള്ളൂ, അത്ര ഒക്കെ ട്രേഡിങ് നടക്കുന്ന കുഞ്ഞു സ്റ്റോക്കുകൾ, വളരെ ലിക്വിഡിറ്റി എന്ന് പറയും, അതായത് വോളിയം വളരെ തീരെ കുറവുള്ള സ്റ്റോക്കുകൾ കൺട്രോൾ ചെയ്യാനായിട്ട്, അതിൻ്റെ വില ഇത്തിരി മുമ്പോട്ടും താഴോട്ടും പോകാതിരിക്കാനായിട്ട് സെബി നിഷ്കർഷിച്ചേക്കുന്ന ഒരു പ്രത്യേക പരിപാടിയാണ് ഈ പീരിയോഡിക് കോൾ ഓപ്ഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. അതിൻ്റെ ട്രേഡിംഗ് സമയം വളരെ കുറവായിരിക്കും. അതായത് 45 മിനിറ്റ് നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാനുള്ളൊരു സമയം തരും. അതായത് 9:30 ടു ആദ്യത്തെ 6 സെഷൻ അങ്ങനെ ഉണ്ട്. ആദ്യത്തെ സമയം തരും. അത് മാച്ച് ചെയ്യുന്ന ഒരു സമയം 3 മിനിറ്റ് നോക്കും. അത് ഏത് നമ്മളിപ്പം ഒരു വിലയ്ക്ക് വിൽക്കാനിട്ട് കഴിഞ്ഞാൽ അതേ വിലയ്ക്ക് വേറൊരാൾ മേടിക്കാനും ഉണ്ടോ എന്ന് മാച്ച് ചെയ്ത് നോക്കും ഈ സമയങ്ങളിൽ. എന്നിട്ട് ഓർഡർ കറക്റ്റായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഓർഡർ അവിടെ നടക്കും. അത് കഴിഞ്ഞിട്ട് ഒരു വെയിറ്റിംഗ് പീരീഡും ഉണ്ട്. ഇത്രയും വെയിറ്റിംഗ് പീരീഡ് കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത സെഷൻ സ്റ്റാർട്ട് ചെയ്യും. അതും നമുക്ക് ഏത് രീതിയിലും ലിമിറ്റ് ഓർഡറാണ് ഇട്ട് വെക്കേണ്ടത്. അങ്ങനെ മേടിക്കാൻ സാധ്യതയുള്ള വിലകൾ നമുക്ക് ആ വില അവിടെ താഴെ കാണാം. ഈ സമയങ്ങളിൽ 10, 10:30 തൊട്ട് 11:30 എന്നിൽ ആൾക്കാർ ഇട്ടേക്കുന്ന വില കാണാം. ആ വില അനുസരിച്ച് നമുക്ക് ഇത് ഓർഡർ ഇടാം. ഓർഡർ പ്ലേസ് ചെയ്യുന്ന ഈ സമയങ്ങളിൽ നമുക്ക് എഡിറ്റ് ചെയ്യുകയും മോഡിഫൈ ചെയ്യുകയൊക്കെ ചെയ്യാം. പക്ഷേ ഈ ഓർഡർ മാച്ചിങ് സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ആ സമയത്ത് ഓർഡർ എക്സിക്യൂട്ട് ആകത്തേ ഉള്ളൂ. ആ സമയത്ത് എഡിറ്റിംഗ് നടക്കത്തില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വെയിറ്റിംഗ് പീരീഡ്. അങ്ങനെ 6 സെഷൻസ് ഉണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ ഇത് പീരിയോഡിക് കോൾ ഓപ്ഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷനകത്ത് സെറ്റ് ചെയ്തേക്കുന്നത്. ഇത് എങ്ങനെയാണെന്ന് എനിക്കും ആദ്യമേ മനസ്സിലായില്ലായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഗ്രോ ആപ്പിനകത്ത് സെർച്ച് ചെയ്തപ്പോൾ കണ്ടത് ഇത്രയും വിശദമായിട്ട് ഇതെങ്ങനെയാണത് കിടക്കുന്നതെന്ന്. ബാക്കി ഒരു സ്ഥലത്ത് ഞാനിത് കണ്ടിട്ടില്ല, ഈ ടൈമിംഗ് ഉൾപ്പെടെ. അതുകൊണ്ട് ഞാനൊന്ന് ഷെയർ ചെയ്തെന്ന് മാത്രം.